Hey guys, welcome back to my Pubs channel. When will you meet them again? ഈ വ്യക്തിയെ നിങ്ങൾ എപ്പോഴാണ് കാണാൻ പോകുന്നത്? കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക? എങ്ങനെയായിരിക്കാം നിങ്ങളുടെ മീറ്റിംഗ്സ് എന്ന് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുകയാണ്. Alright. So think about the situation, the person on your mind. ഈ വ്യക്തിയെ നിങ്ങൾ എപ്പോഴാണ് കാണാൻ പോകുന്നത്? Let's see. Flowering. ഓക്കെ സോ ഞാൻ പറയാം. ഓക്കെ വെയിറ്റ്. സോ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ. സോ ലെറ്റ്സ് സീ വെൻ വിൽ യു മീറ്റ് ദം അഗൈൻ. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണാൻ പോകുന്നത്? എങ്ങനെയാണ് കാണാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് അബൌട്ട് യുവർ മീറ്റിംഗ് വിത്ത് ദിസ് പേഴ്സൺ? All right. Okay. You see this? Traveling. Okay. I know that ചില ആളുകളുടെ ഫേസിലൊക്കെ സ്മൈൽ വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില ആളുകളൊക്കെ വലിയ ഹോപ്പ്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. സ്മൈൽ, സന്തോഷം. എപ്പോഴാണ് ഈ വ്യക്തിനെ നിങ്ങൾ കാണാൻ പോകുന്നത്? എപ്പോഴാണ് നിങ്ങൾ ഈ വ്യക്തിനെ കാണാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഓക്കെ, when will you meet them again? ഓക്കെ, ഐ തിങ്ക് ഞാൻ ഈ റീഡ് ചെയ്യേണ്ട കാര്യമില്ല. യു ഓൾറെഡി ഗോട്ട് എ മെസ്സേജ് ഐ ഗെസ്. മേ ബി നിങ്ങൾക്ക് കാർഡ്സ് കാണുന്ന സമയത്ത്. ഓക്കെ, കൺട്രോൾ, ചില കൺട്രോൾ ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ്, കോൺഷ്യസ് ആയിട്ട് പെരുമാറിയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നൊരു ടൈമാണ്. ഓക്കെ, സോ ഒരുപാട് ഇനി കൺട്രോൾ ചെയ്യുന്നില്ല. ഒരുപാട് ഒരു ഈഗോ അല്ലെങ്കിൽ ബോധപൂർവം മറച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ബോധപൂർവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. അത് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആണ്. അത് കംപ്ലീറ്റ്ലി അൺബ്ലോക്ക് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. സോ ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള സോഴ്സിന്റെ ഒരു ടൈമാണ് ഇത്. മേ ബി നിങ്ങളായിട്ട് എടുക്കുന്ന ആക്ഷൻ ആയിരിക്കാം, ഓർ ദ ഡിവൈൻ ടൈമിങ്. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ചില സോഴ്സ് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാനോ ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം റീയൂണിയൻ, സെലിബ്രേഷൻ, സോ നാച്ചുറലി ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വെൻ വിൽ യു മീറ്റ് ദിസ് പേഴ്സൺ? സോ ഡെഫിനറ്റ്ലി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവില്ല, ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങളായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളായിട്ട് കൺട്രോൾ, നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളെ ബോധപൂർവം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ആ വ്യക്തിയും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസ്, നിങ്ങളുടെ ചില ഫീലിങ്സ്, നിങ്ങളുടെ ചില ഈഗോസ് ഒക്കെ റിലീസ് ആയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, വളരെ റീസെന്റ് ആയിട്ട് ഒരു മാറ്റം, വളരെ റീസെന്റ് ആയിട്ട് ആ ഒരു നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു വസന്തകാലം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചെറിഷ് ചെയ്യുന്ന ചില മൊമെന്റ്സ്, ഒരു ബ്ലോസം സിറ്റുവേഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ചില കാര്യങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും പല പ്ലസന്റ് ആയിട്ടുള്ള മെമ്മറീസ്, തോട്ട്സ് ഈ ഒരു റിലേഷൻഷിപ്പ് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹീൽ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ആ വ്യക്തിയുടെ ഒരു ലൈഫ് സിറ്റുവേഷനും. ഓക്കെ, രണ്ടുപേരും പ്രിപ്പയർഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. ലെറ്റ്സ് സീ നിങ്ങളുടെ ഒരു ഫെമിനിൻ ആൻഡ് മാസ്കുലൻ സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീലിങ്സ് ആക്ച്വലി വളരെ കണക്റ്റഡ് ആയിട്ട്, വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, രണ്ടുപേരും പ്രിപ്പയർഡ് ആവാണ്. ആൻഡ് വെരി സൂൺ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാൻ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു പ്രോസ്പെരിറ്റി ആയിട്ടാണ്, അവരുടെ ഒരു ഹാപ്പിനെസ് ആയിട്ടാണ്. എസ്പെഷ്യലി ആ ഒരു വാല്യൂ ആക്ച്വലി വലിയ രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ
ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ആക്ച്വലി റിലേറ്റ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫെമിനിനെ ആക്ച്വലി ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെ? വളരെ പ്ലസന്റ് ആണ്. ചില കാര്യങ്ങള് ഓർക്കുന്നുണ്ട്, ചില മെമ്മറീസ് നിങ്ങൾ റീകളക്ട് ചെയ്യുന്നുണ്ട്, ചില മെമ്മറീസ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ചില മെമ്മറീസ് ഈ ഒരു റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ ഹീൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള എന്ത് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിന്റെ ഒരു ഇന്റൻസ് ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിങ്ങനെ മെൽറ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ, ഈ ഒരു വ്യക്തി ഡെഫിനറ്റ്ലി നിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പ്രിപ്പയർഡ് ആവുന്ന ഒരു ടൈമാണ്. യാത്ര ഉണ്ടാവുന്നുണ്ട്, മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കാം, or ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ചില ഫുൾഫിൽഡ് ആവുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു ടൈമാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും എനർജറ്റിക്കലി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ, റീകണക്ട് ചെയ്യാൻ, ആൻഡ് മെയിൻ ആയിട്ട് ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അടുത്ത പ്രാവശ്യം കാണുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു റീയൂണിയൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആബ്സെൻസിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില വിഷ്വൽസ് ഉണ്ടായിരിക്കണം. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസ് ആയിരിക്കാം. ഓക്കെ, ഒരു ടൈം ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, മാറ്റം ഉണ്ടാവാൻ പോകുന്നത്. വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഓൾറെഡി ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. മേ ബി ഈ വ്യക്തിയുമായിട്ട് ഓൾറെഡി നിങ്ങൾ റീയൂണിയൻ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഓർ വിത്തിൻ 3 days ടൈം, 3 ദിവസം, 8 ദിവസം, ഒരാഴ്ച ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ടൈമിനുള്ളിൽ ഈ വ്യക്തിയുമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും സംസാരിക്കുക, നിങ്ങൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങള് നിങ്ങൾ റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ടൈമിൽ നിങ്ങൾ വലിയ രീതിയിൽ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ആയിട്ട് നിങ്ങൾ ഡേ ഡ്രീം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുമായിട്ട്, അത് നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുള്ളതായിരിക്കാം നിങ്ങളുമായിട്ട്. ഓക്കെ, കാരണം രണ്ടുപേർക്കും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള വലിയൊരു ക്രേവ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ മേ ബി നിങ്ങൾ മനഃപൂർവ്വമായിരിക്കാം പല ഡിസിഷൻസും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കാം. മനഃപൂർവ്വം നിങ്ങളുടെ ഇമോഷൻസ് മറച്ചു വെച്ചിട്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഇത്ര സമയമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരിക്കാം. എല്ലാത്തിനേക്കാൾ കൂടുതൽ ഇത് ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും പ്രിപ്പയർഡ് ആവുന്നത് നിങ്ങൾ എനർജറ്റിക്കലി ആണ്. ഓക്കെ, വിച്ച് ഓൾസോ മീൻസ് നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് നിങ്ങൾ വരികയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങളെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ചില ചാലഞ്ചസ് ആയിരിക്കാം, ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ട്രബിൾസ് ആക്ച്വലി കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, മേ ബി ആ ഒരു ചാലഞ്ചിലോ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിലോ നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു സ്ട്രഗിളില് നിങ്ങൾ ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം ഡീപ്പാണ്, എത്രമാത്രം നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ റീകണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ജോബിൽ എന്തെങ്കിലും സക്സസ്ഫുൾ സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും സക്സസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ ഒരു വലിയൊരു ഹാപ്പിനെസ്, ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ അത്ര കാലം നിങ്ങൾ ഈഗോ കാരണം കോണ്ടാക്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ആരോ ഒരാൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, വളരെ സന്തോഷമായിട്ടുള്ള എന്തൊരു ന്യൂസ് കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു റീയൂണിയനിൽ ഇൻക്ലൂഡ് ആണ്. വളരെ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. വിത്തിൻ 3 days ടൈം, വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ടൈം, ഒരു വീക്ക് ടൈം. ഓൾറൈറ്റ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. ബിക്കോസ് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ആക്ച്വലി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരുമിച്ചിട്ടുള്ള യാത്ര ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി നിങ്ങൾ
നിങ്ങൾ എന്തെങ്കിലും പാർട്ടിക്ക് പോകുന്നതായിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലും നൈറ്റ് പ്രോഗ്രാം, ഓക്കെ, ഓർ എന്തൊരു സക്സസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം ഈ വ്യക്തി അവരുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്കോ, ഓർ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു യൂണിയന് വലിയൊരു കാരണമാവുന്നുണ്ട്. സോ വളരെ പ്ലസന്റ് ആയിട്ടുള്ള റീഡിങ്. ഈ വ്യക്തി നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലേസിൽ പോകുന്നതായിരിക്കാം, ലൈക്ക് ടെമ്പിൾ, ഓക്കെ, ഓർ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം ധരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പ്ലേസ്, മേ ബി അത് ടെമ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് പാർട്ടി, ഓർ മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം, ഫ്ലവർ ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഓക്കെ, ഫ്ലവർ, ഓക്കെ, ഓർ എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വാങ്ങിച്ചു തരിക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ആ വ്യക്തി തരുന്ന അത്ര പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യം, ആ വ്യക്തി നിങ്ങൾക്ക് തരുന്ന ചില കാര്യങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, ഓക്കെ, ഗിഫ്റ്റ് ആയിട്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾ ഒരു ടൈമിൽ ഡേ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, കാരണം നിങ്ങളുടെ ചില ഡേ ഡ്രീംസ്, ചില ഫാന്റസി ഓർ ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, തോട്ട്സ്, ഡിസയർ, എസ്പെഷ്യലി നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം, ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ട് ഉള്ള ചില റൊമാൻറ്റിക് സിറ്റുവേഷൻ, ഓക്കെ. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ടായിരിക്കണം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി യുണീക് ആൻഡ് വെരി ക്രിയേറ്റീവ് ഓൾസോ. ഓൾറൈറ്റ്, സോ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഗെറ്റ് റെഡി, ഓക്കെ, സോ ഗെറ്റ് റെഡി ഫോർ എ ഹഗ്, ഓക്കെ, ഫോർ എ ടൈറ്റ് ഹഗ് ഫ്രം ഈച്ച് അതർ, ഓക്കെ. റോസ്, മേ ബി നിങ്ങൾക്കൊരു റോസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കാം, ഓർ ദ പ്രസൻസ് ഓഫ് ദിസ് പേഴ്സൺ, ഓക്കെ. ഇത് നിങ്ങൾ മാത്രം വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ല, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിക്ക് വേണ്ടി ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ മേ ബി നിങ്ങൾ സങ്കടപ്പെട്ട് ഇമോഷണലി എടുത്ത് അല്ലെങ്കിൽ ആ പേഴ്സണെ ചേസ് ചെയ്യുന്നതായിരിക്കാം, മേ ബി സ്റ്റോപ്പ് ഡൂയിങ് ഓൾ ദിസ് തിങ്സ്, ഓക്കെ. നിങ്ങൾ ആ ഒരു മൊമെന്റിൽ അത് റിലീസ് ചെയ്യുന്ന സമയത്ത്, മൊമെന്റിൽ അത് നിർത്തുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ അൺഫോൾഡ് ആവുകയാണ് ചെയ്യുന്നത്, ഓക്കെ. ഇപ്പൊ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കണം, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുക്കാം, ഓർ അത് നാച്ചുറലി സംഭവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്, ഓക്കെ. കാരണം ദിസ് ഇസ് എ ഡിവൈൻ പ്ലാൻ, ഡിവൈൻ ടൈമിങ്, ഓക്കെ. കാരണം നിങ്ങളുടെ ഒരു ചില സൈക്കിൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ടതായിട്ടുള്ള, ഈ വ്യക്തി മസ്റ്റ് ആയിട്ട് പോകേണ്ടതായിട്ടുള്ള ചില സൈക്കിൾ എൻഡ് ആവുകയാണ്, ആ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരികയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ തിരിച്ചറിയാണ് ചില സിറ്റുവേഷൻ, ആൻഡ് മോർ ഓവർ നിങ്ങൾ കണക്ട് ചെയ്യാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻസ് നിങ്ങൾ നെക്സ്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള വേർഷൻ, ഓർ കുറച്ചുകൂടെ ആൻഡ് അഗെയിൻ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഓക്കെ. ഓർ മേ ബി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുന്നതായിരിക്കാം, ഓക്കെ. ഓർ മേ ബി ഇത് നിങ്ങളുടെ ഒരു ക്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുവരുന്നതായിരിക്കാം, ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഓർ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അബൌട്ട് യുവർ ഫ്യൂച്ചർ വിത്ത് ദിസ് പേഴ്സൺ, ഓക്കെ. അത് മേ ബി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കാം, ഓർ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഓർ ഫാമിലി, മാരേജ്, കമ്മിറ്റ്മെന്റ്. ഓൾറൈറ്റ്, സോ ഐ എം വെരി ഹാപ്പി ഫോർ യു ബിക്കോസ് നിങ്ങൾക്കൊരു നല്ലൊരു യാത്ര ഉണ്ടാവുന്നുണ്ട്, ഓക്കെ. ഇറ്റ്സ് ലൈക്ക് വേറെ ആരും ഉണ്ടാവുന്നില്ല, എസ്പെഷ്യലി ഇൻ ദ നൈറ്റ്. രാത്രി നിങ്ങൾ അങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ മേ ബി ഡിന്നർ ഓർ പാർട്ടി, ഓർ നിങ്ങൾക്ക് അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു സ്പേസിൽ ഇൻ ദ നൈറ്റ്, ഓക്കെ. സോ സ്കൈയും നേച്ചറും ഒരു അമ്പിളിമാമനെയൊക്കെ കണ്ടിട്ട്
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില മൊമെന്റ്സ്, കോൺവെർസേഷൻ, ഇന്റിമേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so guys, hope you like this reading. Have the faith, okay, and be prepared. കാരണം കുറച്ച് ദിവസത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ആണ്. ഓക്കെ, ആൻഡ് ചില ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ഈ ഒരു വരുന്നൊരു 3 months ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓൾറൈറ്റ്, സോ ഇതിങ്ങനെ കൗണ്ട് ചെയ്തിരിക്കരുത്, എപ്പോഴാണ് സംഭവിക്കുക, എപ്പോഴാണ് വന്നില്ലല്ലോ, വിളിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഓക്കെ, അത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നല്ല തോട്ട്സ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, പ്ലസന്റ് ആയിട്ടുള്ള മെമ്മറീസ്. നിങ്ങൾ ഇങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള തോട്ട്സ് മാത്രം ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, ഈ ഒരു പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾ കൊടുക്കുക. ഓൾറൈറ്റ്, ആൻഡ് ചില ആളുകൾക്ക് ബി വെരി കെയർഫുൾ. ഓൾറൈറ്റ്, കാരണം ഈ വ്യക്തി നിങ്ങൾ വളരെ എന്തൊരു വാല്യൂ, മേ ബി നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ഫൈനാൻഷ്യലി വലിയ സെറ്റിൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഫൈനാൻഷ്യലി സെറ്റിൽ ആണ്, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സക്സസ് ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ആണ്. ഓക്കെ, മേ ബി ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങനെ സഹായിക്കുന്നുണ്ടായിരിക്കണം ഫൈനാൻഷ്യലി. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ വാല്യൂ മനസ്സിലാക്കാൻ കാരണം നിങ്ങൾ എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജനറസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ അത് ബാലൻസ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എസ്പെഷ്യലി ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഇറ്റ്. മേ ബി അത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അതർവൈസ് സ്കിപ്പ് ഇറ്റ്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.